രാജ്യവിരുദ്ധതയുമായി ജമാഅത്തെ ഇസ്ലാമി. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കാൻ സംഘടനയുടെ ആഹ്വാനം. ജമാഅത്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO ടാറ്റയുടെ വസ്ത്രനിർമ്മാണ ശൃംഖലയായ കോഴിക്കോടുള്ള സ്റ്റുഡിയോയിലേക്ക് മാർച്ച് നടത്തി. പെരുന്നാളിന് വസ്ത്രമെടുക്കരുത് എന്നാണ് നിർദ്ദേശം. പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിക്കെതിരെ SIO ജമാഅത്തെ ഇസ്ലാമി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ജമാഅത്തെ ഇസ്ലാമി എപ്പോഴത്തെയും പോലെ തന്നെ രാജ്യവിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അവരുടെ ഈ ഒരു പ്രസ്താവന. അതായത് ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കാനുള്ള സംഘടനയുടെ തീരുമാനം. ഈ പെരുന്നാൾ ദിനത്തിൽ ടാറ്റയുടെ വസ്ത്രനിർമ്മാണ ശൃംഖലയായ സ്റ്റുഡിയോയിൽ നിന്ന് വസ്ത്രമെടുക്കരുത് എന്നാണ് അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എത്രമാത്രം രാജ്യവിരുദ്ധ പ്രസ്താവനകളാണ് അവർ ഭാരതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നടത്തുന്നു എന്നുള്ളതാണ്. അവർക്കിപ്പോഴും രാജ്യത്തിനെതിരായി നിൽക്കുന്ന ശത്രുക്കളോടാണ് പ്രിയം എന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലേ ഇത്? ഇന്ത്യൻ കമ്പനി തീർച്ചയായും, അതായത് ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കണമെന്നൊരു പുതിയ അജണ്ട സെറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അതിനവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ SIO യാണ്. അതായത് പൊതുമധ്യത്തിൽ തന്നെ പരസ്യമായി തന്നെയാണ് ഇവർ ഈ കാര്യം മുന്നോട്ട് വെക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോടുള്ള സ്റ്റുഡിയോയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO ഒരു പ്രകടനവും പ്രതിഷേധ പ്രകടനമൊക്കെ തന്നെ നടത്തിയത്. അതിനവർ ഒരു മറയാക്കി കാണിച്ചിരിക്കുന്നത് അതായത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കുക എന്നതാണ്. മാത്രമല്ല, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, പെരുന്നാൾ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് അവർ കൃത്യമായ ഒരു ആഹ്വാനം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ വരുന്ന പെരുന്നാളിന് ഒരു കാരണവശാലും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് പെരുന്നാളിന് വസ്ത്രങ്ങൾ എടുക്കരുത് എന്നൊരു പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഹ്വാനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥി സംഘടന കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം തന്നെ നടത്തിയത്. മാത്രമല്ല, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് കൃത്യമായി ഈ പാകിസ്ഥാൻ എല്ലാവിധ പിന്തുണയും ആയുധങ്ങളടക്കം എത്തിച്ചു നൽകിയ തുർക്കി എന്ന രാജ്യത്തിനെതിരെ ഒരു വിരലടക്കാൻ, അല്ലെങ്കിൽ അതിനെതിരെ കൃത്യമായി എന്തെങ്കിലും ഒരു അക്ഷരം ഉരിയാടാൻ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായോ SIO തുനിഞ്ഞിട്ടില്ല എന്നതാണ്. അതിനർത്ഥം ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ അജണ്ട, അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം എന്ന് മാത്രമാണ്. അതിനൊരു മറ മാത്രമാണ് ഈ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കുക എന്ന നിർദ്ദേശം. അതിൽ ഇവർ പറയുന്നത്, അതായത് അഡിഡാസ്, H&O, ടോമി ഫിൽഗർ, കാൽവിൻ ക്ലെയർ, അങ്ങനെ നിരവധി 100-ലധികം കമ്പനികളെ ബഹിഷ്കരിക്കാനുള്ള കൃത്യമായൊരു നിർദ്ദേശവും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അവർക്ക് വെളിവ് തോന്നി പറയുന്നതല്ല. കൃത്യമായ ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, 2047 അത് ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട, അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ മാർച്ച്. ആ മാർച്ചിൽ അവർ പറയുന്നത് ഇന്ത്യൻ കമ്പനി, അതായത് ഇന്ത്യൻ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കുക എന്നൊരു ആഹ്വാനം കൂടിയാണ് അവർ നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ കൃത്യമായൊരു പ്രതിഷേധം, ഇവരുടെ ഈ നിലപാടിനെതിരെ, അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ഇവർ ഇത്തരത്തിലൊരു സംഭവം തുറന്നു കാട്ടുന്നതിനെതിരെ കൃത്യമായ പ്രതിഷേധം സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും പെരുന്നാൾ അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിനോട് മാത്രമാണ് ഇവർ ഈ കാര്യം പറയുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന എന്ന മറവിൽ ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കുക, ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ടാറ്റയുടെ വസ്ത്രനിർമ്മാണ ശൃംഖലയായ സ്റ്റുഡിയോയിൽ നിന്ന് ഈ പെരുന്നാളിന് വസ്ത്രമെടുക്കരുത് എന്നൊരാശയം, അല്ലെങ്കിൽ അത് പ്ലക്കാർഡിൽ എഴുതി പൊതുമധ്യത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് കൃത്യമായൊരു പ്രതിഷേധ പ്രകടനം അടക്കം നടത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന കോഴിക്കോട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത്. എന്തായാലും കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്ര വർഗീയ സംഘടന, ആ സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയം, ആ ആശയത്തിന്റെ ഏറ്റവും ഒടുവിൽ അവർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണെന്ന് എല്ലാ കാലത്തും വിമർശനം ഉണ്ടാകാറുണ്ട്. അത് അങ്ങനെ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളാണിത്. അതായത് ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കുക എന്നൊരു
ആശയം മുന്നോട്ട് വെച്ച് അതിനൊരു ആഹ്വാനം നൽകിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വന്നിരിക്കുന്നു. അതിനവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO ആണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. രോഹിണി, അനഘ, ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കുക എന്നുള്ളത് അവരുടെ ഒരു മറ മാത്രമാണ്. അവർ കൃത്യമായി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഇസ്രായേൽ എന്ന് മുൻനിർത്തി പറയുന്നുണ്ടെങ്കിലും ഭാരതത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഭാരതീയരായവരുടെ കമ്പനികളെ ബഹിഷ്കരിക്കുക, അവർക്ക് താല്പര്യമുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം സാധനങ്ങൾ വാങ്ങുക, അതുവഴി അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക, മറ്റുള്ളവരെ സാമ്പത്തിക തകർച്ചയിലേക്ക് തള്ളിവിടുക എന്നുള്ളതാണ്. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമി ഒന്നും മനസ്സിലാക്കുന്നില്ല. ഭാരതത്തിന്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് അവർ ഈ ആഹ്വാനം നടത്തുന്നത് എന്നുള്ളതാണ്. അവർക്ക് നിലനിൽക്കാനും നിലയുറപ്പിക്കാനും അവരുടെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വച്ചുപിടിപ്പിക്കാനും ഒക്കെ ഭാരതത്തിന്റെ മണ്ണ് വേണം. പക്ഷേ എവിടെ നിന്നാണ് വസ്ത്രം വാങ്ങേണ്ടതെന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർക്കൊരു ചേരിതിരിവ് വരുത്തുന്നു എന്നുള്ളതാണ് അങ്ങേയറ്റം വിരോധാഭാസം. രോഹിണി, തീർച്ചയായും അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന മത തീവ്രവാദ വർഗീയ സംഘടനയ്ക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന തീവ്ര സംഘടന തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. അവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് അത് ഭാരത വിരുദ്ധമാണ്, അത് രാജ്യവിരുദ്ധമാണ്. ആ ആശയവുമായി മുന്നോട്ട് പോകുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നവർ. മാത്രമല്ല, അവർ മുന്നോട്ട് ഈ വസ്ത്രനിർമ്മാണശാലയിൽ നിന്ന്, അതായത് ഇന്ത്യൻ കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തണം, അല്ലെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങരുത് എന്നൊരു നിർദ്ദേശം ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, ആ നിർദ്ദേശം അവർ നൽകുന്നത് ആ ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി ഒരു വിഭാഗത്തിനോട് മാത്രമാണ് ആ നിർദ്ദേശം നൽകുന്നത് എന്നത് വ്യക്തമാണ്. കാരണം പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നത് ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിനോട് മാത്രമായി തന്നെയാണ് ഈ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. അതായത് തങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് തങ്ങളുടേതായ കടകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കണമെന്നൊരാശയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ളൊരു നിലപാട് കൂടി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇത് കൃത്യമായി വിമർശിക്കപ്പെടണം. ജമാഅത്തെ ഇസ്ലാമി എന്ന മത തീവ്രവാദ വർഗീയ സംഘടനയെ കൃത്യമായി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. രോഹിണി, അതെ, തീർച്ചയായും അനഘ, അതുതന്നെയാണ്. അതായത് പെരുന്നാളിന് വസ്ത്രം എടുക്കരുത് ഇന്ന കടകളിൽ നിന്ന് എന്ന് പറഞ്ഞൊരു ചേരിതിരിവ് ഉണ്ടാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഗൂഢതന്ത്രം മാത്രമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കുക എന്നുള്ളത് വെറും പുകമറ മാത്രമാണ് എന്നുള്ളത് ഏവർക്കും മനസ്സിലാകാവുന്ന കാര്യവുമാണ്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.